വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവിഷൻ ആണ്. നവോത്ഥാനത്തിന്റെ ക്ലാസ് ഞാൻ കുറെ എടുത്തിട്ടുണ്ട്. അതുപോലെ നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷനുകളും ചെയ്തിട്ടുള്ളതാണ് മുമ്പ്. പക്ഷേ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നവോത്ഥാന നായകന്മാരുണ്ട്. കുറേ അധികം പഠിക്കാനില്ല, പക്ഷെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോയിന്റ്സുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മളൊരു ഫൈനൽ ടച്ച് എന്ന നിലയ്ക്ക് ഇന്ന് കേരളത്തിലെ നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക് എന്താ പറയണേ റിവിഷനിൽ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നവോത്ഥാന നായകന്മാരിലേക്ക് കടക്കാം. മാസ്റ്റർ കേട്ടോ നിങ്ങൾ? മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? പി കെ ചാത്തൻ മാസ്റ്റർ. ആരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ആദ്യ ഹരിജന ക്ഷേമ വകുപ്പ് മന്ത്രി. അപ്പൊ ഹരിജനക്ഷേമം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തത് ആരാണ്? പി കെ ചാത്തൻ മാസ്റ്റർ ആണ്. ദളിതരായ കർഷക തൊഴിലാളികളെ അണിനിരത്തി സമസ്ത കൊച്ചി പുലയ മഹാസഭ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് പി കെ ചാത്തൻ മാസ്റ്റർ. എന്താ പറഞ്ഞേ? ദളിതരായ കർഷക തൊഴിലാളികളെ അണിനിരത്തി സമസ്ത കൊച്ചി പുലയ മഹാസഭ എന്ന് പറയുന്ന സംഘടന ആരംഭിച്ചതും ആരെന്നെയാണ്? പി കെ ചാത്തൻ മാസ്റ്റർ തന്നെയാണ്. അടുത്തത് വേറൊരു വ്യക്തിയാണ് കേട്ടോ. അടുത്തേക്ക് കടക്കാണ്. ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ നവോത്ഥാന നായകൻ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ നവോത്ഥാന നായകൻ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി നടന്ന ലാത്തി ചാർജിൽ അംഗവൈകല്യം സംഭവിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. എന്താ പറഞ്ഞേ? ഉപ്പ് സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി നടന്ന ലാത്തി ചാർജില് അംഗവൈകല്യം സംഭവിച്ചതും കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന് തന്നെയാണ്. അടുത്തത് തൃശൂരിൽ ജവഹർ ബാലഭവൻ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് തന്നെയാ പറയാ? നമ്മള് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ പേര് തന്നെയാണ് പറയാ. അപ്പൊ ഇത്രയാണ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് ആരാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവമേനോനാണ്. കെ പി കേശവമേനോനെ നമുക്കറിയാം. എങ്ങനെയാ നമുക്ക് കൂടുതൽ പരിചയം? അതായത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ കേരളത്തില് കെ പി കേശവമേനോൻ മാതൃഭൂമി എന്ന് പറയുന്ന മലയാള ദിനപത്രം ആരംഭിക്കുകയുണ്ടായി. അതാണ് നമുക്ക് കെ പി കേശവമേനോനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു കാര്യം. അപ്പോ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാണ് കെ പി കേശവമേനോൻ. അത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിലാണ് അദ്ദേഹം ആരംഭിച്ചത്. ഇത് നമുക്ക് അറിയണതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത, കെ പി കേശവമേനോനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ്? കെ പി കേശവമേനോനാണ്. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്ന പ്രമേയം അവതരിപ്പിച്ചതും കെ പി കേശവമേനോനാണ്. എന്താണ്ടായേ? 1916 പാലക്കാട് ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുകയുണ്ടായി. അതിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണം എന്ന പ്രമേയം അവതരിപ്പിച്ച, അങ്ങനെ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിച്ച വ്യക്തിയും കെ പി കേശവമേനോനാണ്. ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അതൊക്കെ നമുക്ക് അറിയുന്ന ആളാണ് അല്ലെ? അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ കൂടെ ചേർന്ന് യുക്തിവാദി എന്ന് പറയുന്ന മാസിക ആരംഭിച്ചത് ആരാണ്? ഈ യുക്തിവാദി എന്ന് പറയുന്ന മാസികയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? മലയാളത്തിലെ തന്നെ ആദ്യ നിരീശ്വരവാദ മാസികയാണ് യുക്തിവാദി മാസിക. അപ്പൊ മലയാളത്തിൽ ആദ്യത്തെ നിരീശ്വരവാദ മാസിക ഏതാണ്? യുക്തിവാദിയാണ്. അത് സഹോദരൻ അയ്യപ്പനോടൊപ്പം ചേർന്ന് ആരംഭിച്ച വ്യക്തി എം സി ജോസഫ് ആണ്. ആരാണ്? എം സി ജോസഫ്. ഇവരൊക്കെ
അത്രയധികം പ്രചാരത്തിൽ ഇല്ലാത്തതും എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള നവോത്ഥാന നായകന്മാരാണ്. ഇപ്പൊ നവോത്ഥാന നായകർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരൊക്കെയാ വരിക? ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് വരിക. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാര് നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു ലിസ്റ്റ് ആട്ടോ നമ്മൾ ഇന്ന് പഠിക്കണം. ഇനി യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ ഒരാൾ വിശേഷിപ്പിക്കുകയുണ്ടായി. യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് MC ജോസഫിനെ വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. ആരാ വിശേഷിപ്പിച്ചേ? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ആര് വിശേഷിപ്പിച്ചു? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. നമുക്ക് അറിയപ്പെടുന്ന ആൾ തന്നെയാണ് എന്ത്, എന്താ പറയാ, നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള. കേട്ടിട്ടുണ്ടാവും ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച്. ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച് പൊതുവായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങള്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, ഒരു ചോദ്യം. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ് നമ്മളിപ്പോ പഠിച്ചോളൂ അല്ലെ. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം മദ്രാസ് സ്റ്റാൻഡേർഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രം മദ്രാസ് സ്റ്റാൻഡേർഡ് ആണ്. മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപർ, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപരായിരുന്നു ആര്? ബാരിസ്റ്റർ GP പിള്ള. അടുത്തത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ച ഏക മലയാളി ആരാ? ബാരിസ്റ്റർ GP പിള്ള. ഒരു രാജ്യസ്നേഹി, എന്താണ്? ഒരു രാജ്യസ്നേഹി എന്ന തൂലികാനാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ ബാരിസ്റ്റർ GP പിള്ളയുടെ എന്താണ് തൂലികാനാമാണ്? എന്ത്? ഒരു രാജ്യസ്നേഹി. എന്താണ്? ഒരു രാജ്യസ്നേഹി. ഇനി പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ചതും ആരെന്നെയാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. പ്രശസ്ത ഭാരതീയരുടെ, അതായത് പ്രശസ്തരായിട്ടുള്ള ഇന്ത്യയിലെ വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു കൃതി. ആ കൃതിയുടെ പേരെന്താണ്? റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ്. എന്താണ് പേര്? റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ചതും ആരെന്നെ? ബാരിസ്റ്റർ GP പിള്ള തന്നെ. ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതാണ്. തിരുവിതാംകൂറുകാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളിയാണ് അല്ലെ. ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപര്, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശ മലയാളി, ഒരു രാജ്യസ്നേഹി എന്ന തൂലികാനാമത്തിൽ രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തി, പ്രശസ്ത ഭാരതീയരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന റെപ്രസെന്റേറ്റീവ് ഇന്ത്യൻസ് എന്ന കൃതി രചിച്ച വ്യക്തി. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ബാരിസ്റ്റർ GP പിള്ള എന്നാണ്. ക്ലിയർ ആയല്ലോ ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ് സഖാവ് P കൃഷ്ണപിള്ള. കേട്ടിട്ടുണ്ടാവും നമ്മൾ അല്ലെ. അപ്പോ സഖാവ് എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? അപ്പൊ നമ്മൾ പറയും P കൃഷ്ണപിള്ളയാണെന്ന്. സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? P കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണൻ. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറി മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. അടുത്തത് കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ നേതാവ് MV കുഞ്ഞമ്പു. ആരാണിത്? വേറൊരാളാണ്. MV കൃഷ്ണപിള്ള അല്ല കേട്ടോ. കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ നേതാവ് MV കുഞ്ഞമ്പു ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന്, ഇതിന് കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതിൽ പ്രധാനിയായിട്ടുള്ള ഒരാള് P കൃഷ്ണപിള്ളയാണ്. അതൊന്ന് പഠിച്ചോളൂ. വൈക്കം സത്യാഗ്രഹത്തിനും കാസർഗോഡ് നടന്ന കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിനും നേതൃത്വം നൽകിയ വ്യക്തികളിൽ പ്രധാനി അല്ലെങ്കിൽ നേതാവ് P കൃഷ്ണപിള്ള. പക്ഷേ കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞമ്പു ആണ് പറയാ കേട്ടോ. ഇനി 1939 പിണറായിയിൽ വെച്ച് രൂപീകരിച്ച കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി P കൃഷ്ണപിള്ള. 1939 പിണറായിൽ വെച്ച് രൂപീകരിച്ച കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി P കൃഷ്ണപിള്ളയാണ്. വൈക്കം സത്യാഗ്രഹത്തിനും കാസർഗോഡ് നടന്ന കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിനും നേതൃത്വം നൽകിയ വ്യക്തികളിൽ പ്രധാനി P കൃഷ്ണപിള്ളയാണ്. എന്നാൽ കടകം ഫോറസ്റ്റ് സത്യാഗ്രഹത്തിന്റെ നേതാവ് AV കുഞ്ഞമ്പു ആണ് കേട്ടോ.
അടുത്തതാണ് TR കൃഷ്ണസ്വാമി അയ്യർ. അദ്ദേഹം ആരാണ്? അതായത് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങള്. 1923 ഒക്ടോബർ 2-ന് 1923 ഒക്ടോബർ 2-ന് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിൽ ശബരി ആശ്രമം സ്ഥാപിച്ചത് TR കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ പാലക്കാട് ജില്ലയിലെ ശബരി ആശ്രമം സ്ഥാപിച്ച വ്യക്തി ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. TR കൃഷ്ണസ്വാമി അയ്യർ ശബരി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പാലക്കാട് അകത്തേത്തറയിലാണ്. ഗാന്ധിജി കേരളത്തിൽ 3 തവണ സന്ദർശിച്ച ഏക സ്ഥാപനമാണ് ശബരിഗിരി ആശ്രമം. മനസ്സിലായോ? ഈ ശബരി ആശ്രമത്തില് ഗാന്ധിജി കേരളത്തിൽ 5 തവണ വന്നു നമ്മൾ പഠിച്ചു. 3 തവണയും സന്ദർശിക്കേണ്ടായി. അപ്പൊ അതുകൊണ്ട് ആ ആശ്രമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ സബർമതി എന്നറിയപ്പെടുന്നതും ഈ ശബരിഗിരി ആശ്രമമാണ്. അപ്പൊ എന്താ പറയുന്നത്? പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് ശബരിഗിരി അല്ലെങ്കിൽ ശബരി എന്ന് പറയുന്ന ആശ്രമം TR കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിക്കുന്നത്. 3 തവണ ഗാന്ധിജി അവിടെ സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിലെ സബർമതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ഈ ആശ്രമത്തെയാണ്. ഇതാണ് പ്രധാനമായിട്ടും കൃഷ്ണസ്വാമി അയ്യരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത്, ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ TR കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രത്തിന്റെ പേര് യുവഭാരതം എന്നാണ്. അപ്പൊ TR കൃഷ്ണസ്വാമി അയ്യർ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ഒരു പത്രം ആരംഭിക്കുകയുണ്ടായി. പാലക്കാട് നിന്നാണ്. പത്രത്തിന്റെ പേര് യുവഭാരതം എന്നാണ്. പത്രത്തിന്റെ പേര് യുവഭാരതം. ഇന്ത്യയില് എല്ലാ ജാതി മതസ്ഥർക്കും, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലോ? ഇന്ത്യയിൽ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രം ഏതാണ്? ഇന്ത്യയിലെ എല്ലാ ജാതി മതത്തിലുള്ള ആൾക്കാർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രം കൽമാടം അയ്യപ്പ ക്ഷേത്രം. ഏതാണ്? കൽമാടം അയ്യപ്പ ക്ഷേത്രമാണ്. കസ്തൂർബ ഗാന്ധി എല്ലാ ഹരിജനങ്ങൾക്കും പ്രവേശിക്കാനായി ശബരിഗിരി ആശ്രമത്തിനടുത്തായി തുറന്ന ക്ഷേത്രമാണ് ഏത്? ഈ കൽമാടം അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കസ്തൂർബ ഗാന്ധി എല്ലാ ഹരിജനങ്ങൾക്കും പ്രവേശിക്കാൻ ശബരിഗിരി ആശ്രമത്തിനടുത്തായി തുറന്ന ക്ഷേത്രത്തിന്റെ പേരാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. അപ്പൊ അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനം അനുവദിച്ച ആദ്യ ക്ഷേത്രം കൂടിയാണ് കൽമാടം അയ്യപ്പ ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? നമ്മൾ ഉപ്പ് സത്യാഗ്രഹം പഠിച്ചപ്പോൾ പഠിച്ചു. TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് 40 അനുയായികളുമായി പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് 40 അനുയായികളുമായി പാലക്കാട് ശബരി ആശ്രമത്തിൽ നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി TR കൃഷ്ണസ്വാമി അയ്യരാണ്. അടുത്തത്, പ്രശസ്തമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആരാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത്? C കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗം 1935-ലാണ് നടക്കുകയുണ്ടായത്. ഭഗവാൻ കാറൽ മാർക്സ് പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ലോർഡ് കാറൽ മാർക്സ് സ്പീച്ച്. അതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് C കേശവൻ. ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ച അവസരത്തിൽ, ഒരു സമയത്ത് ശബരിമല ക്ഷേത്രത്തിന് അന്ന് തീ പിടിക്കുകയുണ്ടായി. ആ സമയത്ത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദപരമായ പ്രസ്താവന നടത്തിയ വ്യക്തിയും C കേശവനാണ്. ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ച അവസരത്തിൽ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന വിവാദപരമായിട്ടുള്ള പ്രസംഗം നടത്തിയത് ആരാണ്? C കേശവനാണ്. നമ്മള് പാലിയം സത്യാഗ്രഹം കഴിഞ്ഞ ദിവസം കേരളത്തില് കലാപങ്ങൾ പഠിച്ചപ്പോ പഠിക്കുകയുണ്ടായി. അപ്പൊ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? C കേശവൻ എന്ന് പറയും ട്ടോ. ഇനി അടുത്തത്, സിംഹള സിംഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സിംഹള സിംഹം C കേശവനാണ്. അപ്പൊ C കേശവൻ അറിയപ്പെടുന്ന വേറൊരു പേര് സിംഹള സിംഹം. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്താ? C കേശവന്റെ ആത്മകഥ ജീവിത സമരം. C കേശവന്റെ ആത്മകഥയുടെ പേര് ജീവിത സമരം എന്നാണ്. അടുത്തത്, റാവു സാഹേബ് എന്ന ഓണററി പുരസ്കാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയത് ഏത് നവോത്ഥാന നായകനാണ്? റാവു സാഹേബ് എന്ന എന്താണ് ഓണററി പുരസ്കാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയത് ഏത് നവോത്ഥാന നായകനാണ്? അയ്യത്താൻ ഗോപാലന്. ആർക്കാ കൊടുത്തേ? അയ്യത്താൻ ഗോപാലൻ. ദളിതരുടെ വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് ചന്തവർക്കർ എലിമെന്ററി സ്കൂൾ സ്ഥാപിച്ചതും അയ്യത്താൻ ഗോപാലനാണ്.
ഇപ്പൊ ചന്തവർക്കർ എലിമെന്ററി സ്കൂളിന്റെ സ്ഥാപകൻ അയ്യത്താൻ ഗോപാലൻ. സ്ഥാപിച്ച സ്ഥലം കോഴിക്കോട്. ആർക്കു വേണ്ടി? ദളിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. അടുത്തത് അയ്യത്താൻ ഗോപാലൻ ആരംഭിച്ച പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് സുഗുണവർദ്ധിനി. അപ്പൊ സുഗുണവർദ്ധിനി സംഘടന സ്ഥാപിച്ചതും ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. അടുത്തത് എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അരയവംശ പരിപാലന യോഗം. നമ്മൾ സാധു ജനപരിപാലന സംഘം പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ചതാണ്. അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ സ്ഥാപിക്കുകയാണ്. ഇനി അടുത്തത് ഈ അരയവംശ പരിപാലന യോഗം പിന്നീട് അല്ലെങ്കിൽ പിൽക്കാലത്ത് ഏത് പേരിൽ അറിയപ്പെട്ടു? സമസ്ത കേരളീയ അരയ മഹാജനസഭ എന്നായി മാറി. സമസ്ത കേരളീയ അരയ മഹാജനസഭാ യോഗം. അപ്പോ സമസ്ത കേരളീയ അരയ മഹാജനയോഗമായി അല്ലെങ്കിൽ മഹാജനസഭാ യോഗമായി വളർന്ന സംഘടനയാണ് അരയവംശ പരിപാലന യോഗം. ചില ബുക്കുകളിലെ അരയ മഹാജനസഭ യോഗം എന്നൊക്കെ ഉണ്ട്. ചില ബുക്കുകളിലെ സമസ്ത കേരളീയ അരയ മഹാജന യോഗം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അരയൻ എന്ന മാസിക സ്ഥാപിച്ചതും ആരെന്നെയാണ്? വേലുക്കുട്ടി അരയൻ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഇവർക്ക് വേണ്ടി അരയവംശ സമുദായത്തിന് വേണ്ടി അരയ സ്ത്രീജന മാസിക എന്ന് വനിതാ മാസിക ആരംഭിച്ചതും വേലുക്കുട്ടി അരയനാണ്. അപ്പൊ അരയൻ എന്ന് പറയുന്ന മാസിക സ്ഥാപിച്ചു. അരയ സ്ത്രീജന മാസിക എന്ന് പറയുന്ന മാസിക ആരംഭിച്ചതൊക്കെ വേലുക്കുട്ടി അരയനാണ്. കൂടാതെ അരയവംശ പരിപാലന യോഗം ആരംഭിച്ചു. പിന്നീട് അത് സമസ്ത കേരളീയ അരയ മഹാജന യോഗം എന്ന പേര് മാറി. ഇനി ഇദ്ദേഹം ഒരു വായനശാല തുടങ്ങുകയുണ്ടായി. ആരെ? വേലുക്കുട്ടി അരയൻ. അപ്പൊ വേലുക്കുട്ടി അരയന്റെ വായനശാലയുടെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? വിജ്ഞാന സന്ധായിനി. വിജ്ഞാന സന്ധായിനി എന്ന എന്താ പറയണേ വായനശാല ആരംഭിച്ചതും ആരെന്നെയാണ്? വേലുക്കുട്ടി അരയനാണ്. ഇനി വേലുക്കുട്ടി അരയന്റെ തൂലികാനാമങ്ങൾ എന്തെല്ലാം? ആലപ്പാടൻ. എന്താ? ആലപ്പാടൻ. ചക്ഷുശ്രവണൻ. ആലപ്പാടൻ, ചക്ഷുശ്രവണൻ, കുംഭാണ്ഡൻ. കുംഭാണ്ഡൻ. ആലപ്പാടൻ ബാലൻ. ആലപ്പാടൻ, ആലപ്പാടൻ ബാലൻ, ചക്ഷുശ്രവണൻ, കുംഭാണ്ഡൻ എന്നീ പേരുകളിൽ അല്ലെങ്കിൽ എന്നീ തൂലികാ നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അഥവാ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വേലുക്കുട്ടി അരയനാണ്. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ ആരുടെ? വേലുക്കുട്ടി അരയന്റെ. ധർമ്മപോഷിണി, സമാധാനം, കലാകേരളം, തീരദേശം, ചിരി, ഫിഷറീസ് മാഗസിൻ തുടങ്ങിയവ വേലുക്കുട്ടി അരയന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇപ്പൊ ധർമ്മപോഷിണി, സമാധാനം, കലാകേരളം, തീരദേശം, ചിരി, ഫിഷറീസ് മാഗസിൻ തുടങ്ങിയവ വേലുക്കുട്ടി അരയൻ സ്ഥാപിച്ച പ്രസിദ്ധീകരണങ്ങളാണെന്നും ഓർത്തുവെക്കുക. വേലുക്കുട്ടി അരയൻ രചിച്ച പദ്യ കുസുമാഞ്ജലി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? മഹാകവി ഉള്ളൂരാണ്. ഇപ്പൊ വേലുക്കുട്ടി അരയന്റെ ഒരു കൃതിയാണ് ഏത്? പദ്യകുസുമാഞ്ജലി. എന്താണ് അതിന്റെ പേര്? പദ്യകുസുമാഞ്ജലി എന്നാ പേര്. ഈ പദ്യകുസുമാഞ്ജലിക്ക് എന്താ പറഞ്ഞ? പദ്യകുസുമാഞ്ജലിക്ക് അവതാരിക എഴുതിയ മലയാള കവിയാണ് മഹാകവി ഉള്ളൂർ. വേലുക്കുട്ടി അരയന്റെ ജീവചരിത്ര കൃതിയായ വേലുക്കുട്ടി അരയന്റെ ജീവചരിത്ര കൃതി ഏതാണ്? അരയൻ. വേലുക്കുട്ടി അരയന്റെ ജീവചരിത്ര കൃതിയുടെ പേര് അരയൻ. അത് രചിച്ചത് ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ്. അപ്പൊ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് വേലുക്കുട്ടി അരയന്റെ ജീവചരിത്രമായ അരയൻ രചിച്ചു. ഇനി അടുത്ത ആളുടെ പേരാണ് ശുഭാനന്ദ ഗുരുദേവൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ശുഭാനന്ദ ഗുരുദേവനെ? ശുഭാനന്ദ ഗുരുദേവൻ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പാപ്പൻകുട്ടി എന്ന് ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആരാണ്? പാപ്പൻകുട്ടി ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. അപ്പൊ പാപ്പൻകുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാരാണ്? ശുഭാനന്ദ ഗുരുദേവൻ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടാൻ ശുഭാനന്ദ ഗുരുദേവൻ ആരംഭിച്ച സംഘടനയുടെ പേര് ആത്മബോധോദയ സംഘം. അപ്പൊ ആത്മബോധോദയ സംഘം സ്ഥാപിച്ച വ്യക്തി ശുഭാനന്ദ ഗുരുദേവൻ.
ആത്മബോധോദയ സംഘം ആരംഭിച്ച വ്യക്തി ശുഭാനന്ദ ഗുരുദേവൻ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടുന്നതിനായി ശുഭാനന്ദ ഗുരുദേവൻ ആരംഭിച്ച സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഏതന്നെയാ പറയാ? ആത്മബോധോദയ സംഘം തന്നെ പറയണം. ഇനി അടുത്ത ആളാണ് ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ ആരംഭിച്ച വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ ആരംഭിച്ചത് ആനന്ദ തീർത്ഥനാണ്. 1933 ജാതിനാശിനി സഭ ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യനാണ് ആനന്ദ തീർത്ഥൻ. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട്, അതായത് പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി വരെ പദയാത്ര സംഘടിപ്പിച്ചതും ആനന്ദ തീർത്ഥനാണ്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി വരെ, പാലക്കാട് നിന്ന് എവിടം വരെ? ഗുജറാത്തിലെ സബർമതി വരെ, ഗുജറാത്തിലെ സബർമതി വരെ പദയാത്ര സംഘടിപ്പിച്ച വ്യക്തിയാണ് ആനന്ദ തീർത്ഥൻ. 1930 സി രാജഗോപാലാചാരിക്കൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുകുറുക്കൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകനും ആനന്ദ തീർത്ഥനാണ്. 1930 സി രാജഗോപാലാചാരിക്കൊപ്പം തമിഴ്നാട്ടിലെ വേദാരണ്യത്തിൽ വെച്ച് ഉപ്പുകുറുക്കൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകനാണ് ആരാന്ന് ചോദിച്ചെന്താ പറയണ്ടേ? ആനന്ദ തീർത്ഥനാണ് കേട്ടോ. ഇനി അടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം നടത്തിയ വ്യക്തിയും ആനന്ദ തീർത്ഥനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ അബ്രാഹ്മണർക്കും പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം നടത്തിയ നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ. ജാതി നശിപ്പിക്കാൻ നവയുഗധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തി മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. കുറേയധികം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കേട്ടോ, പ്രധാനമാണത്. ജാതി നശിപ്പിക്കാൻ നവയുഗധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തി മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആനന്ദ തീർത്ഥൻ. മാനവ സേവയാണ് ഈശ്വര സേവ. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് ആഹ്വാനം ചെയ്തത് ഏത് നവോത്ഥാന നായകനാണ്? ആനന്ദ തീർത്ഥനാണ് കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനങ്ങൾ ഉണ്ട്, അതൊന്ന് ഓർത്തു വെക്കുക. ദൈവം സർവ്വവ്യാപിയാണ്. ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും അമ്പലത്തിൽ പോകാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. അതായത് ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും എവിടേക്ക് പോവാറില്ല? അമ്പലത്തിൽ പോവാറില്ല. ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് ആനന്ദ തീർത്ഥം പറയേണ്ടായി. ജാതി പേര് അർത്ഥശൂന്യാണ്, അത് പേരിൽ നിന്നും നീക്കം ചെയ്താലേ ഹൃദയം ശുദ്ധമാകൂ എന്ന് പറഞ്ഞതും ആനന്ദ തീർത്ഥനാണ്. ജാതി പേര് എന്താണ്? അർത്ഥശൂന്യാണ്, അത് പേരിൽ നിന്ന് നീക്കം ചെയ്താൽ ഹൃദയം ശുദ്ധമാകും എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥൻ. കൂടാതെ എന്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണെന്ന്. എന്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 ശത്രു അവനെ സഹായിക്കുന്നവനുമാണെന്ന് പറഞ്ഞതും ആരെന്നെയാണ്? ആനന്ദ തീർത്ഥൻ തന്നെയാണ് കേട്ടോ. അടുത്തത് ശ്രീനാരായണ ഗുരു, ഒയ്യാരത്ത് ചന്തുമേനോൻ, വേങ്ങിയിൽ കുഞ്ഞിരാമൻ നായർ തുടങ്ങിയ പ്രസിദ്ധരായ വ്യക്തികളുടെ ജീവിത ഗ്രന്ഥം രചിച്ചത്, ജീവിത ചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൂർക്കോത്തുകുമാരനാണ്. ആരാണ്? മൂർക്കോത്തുകുമാരൻ. നമ്മൾ മൂർക്കോത്തുകുമാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ ആരാണ്? വജ്രസൂചി എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. ആരുടെ? മൂർക്കോത്തുകുമാരന്റെ കേട്ടോ. മൂർക്കോത്തുകുമാരന്റെ തൂലികാനാമം വജ്രസൂചി. ശ്രീനാരായണ ഗുരു, ഒയ്യാരത്ത് ചന്തുമേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ ഇവരുടെയൊക്കെ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? മൂർക്കോത്തുകുമാരനാണ്. ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ച വ്യക്തി മൂർക്കോത്തുകുമാരനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം, അതാണ് അതിന്റെ പേര്. അത് അത്ര വലിയ പ്രാധാന്യമില്ല, കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൽ തന്നെ ഉത്തരം ഉണ്ടല്ലോ.
ട്ടോ. മൂർക്കോത്ത് കുമാരൻ രചിച്ച നാടകം ഒന്ന് ഓർക്കണം. ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. അപ്പൊ മൂർക്കോത്ത് കുമാരന്റെ നാടകമാണ് ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. ട്ടോ. ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി എന്ന നാടകം രചിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. വിദ്യാലയം എന്ന വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം പുറത്തിറക്കിയതും മൂർക്കോത്ത് കുമാരനാണ്. വിദ്യാലയം എന്ന വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം പുറത്തിറക്കിയതും മൂർക്കോത്ത് കുമാരനാണ്. അടുത്തത് മലങ്കര സിറിയൻ സഭകളിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ വ്യക്തിയാണ് പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. മലങ്കര സിറിയൻ സഭകളിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരെന്ത് പറയണം? പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പൻ. മലങ്കര പള്ളികളുടെ ലൂതർ എന്നറിയപ്പെടുന്നത് പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പനാണ്. അതുപോലെ തന്നെ മലബാറില് താലികെട്ട് കല്യാണം, പുലകുളി, തിരണ്ടുകുളി എന്നീ അനാചാരങ്ങൾക്കെതിരെ പോരാടിയത് സി കൃഷ്ണൻ. മലബാറിൽ നടന്ന താലികെട്ട് കല്യാണം, പുലകുളി, തിരണ്ടുകുളി എന്നീ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ആര്? സി കൃഷ്ണൻ. നമ്മൾ കേട്ടിട്ടുണ്ട് മിതവാദി സി കൃഷ്ണൻ അല്ലെ. മിതവാദി പത്രത്തിന്റെ പത്രാധിപരായ ശേഷമാണ് അദ്ദേഹം മിതവാദി സി കൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പ്രധാനമാണ് കേട്ടോ. അതൊക്കെ നമ്മള് പത്രം ഡീറ്റെയിൽഡ് ആയിട്ട് റിവിഷൻ നടത്തി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചതാര്? താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണനാണ്. ആരാണ്? സി കൃഷ്ണൻ. മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയ വ്യക്തി, സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം എഴുതിയത് സി കൃഷ്ണൻ. 100 വർഷം തിരുവിതാംകൂർ സർക്കാർ ജനങ്ങളെ സ്കൂളുകളിൽ കയറ്റുന്നത് നിരോധിച്ചു. ഇപ്പോൾ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ചു എന്ന ലേഖനം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എഴുതിയ വ്യക്തിയാണ് സി കൃഷ്ണൻ. 100 വർഷം തിരുവിതാംകൂർ സർക്കാർ ജനങ്ങൾക്ക് സ്കൂളുകളിൽ കയറി നിരോധിച്ചു, ഇപ്പോൾ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും എന്ന ഹെഡിങ്ങോട് കൂടി ലേഖനം എഴുതിയത് സി കൃഷ്ണനാണ്. കേരള കൗമുദി പത്രം ആരംഭിച്ചത് ആരാണ്? കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമൻ. കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ. ഇനി അടുത്തത് കൊല്ലം ജില്ലയില് സുവർണ പ്രകാശം പ്രസിൽ നിന്നാണ്. കൊല്ലം ജില്ലയിലെ സുവർണ പ്രകാശം പ്രസിൽ നിന്നാണ് കേരള കൗമുദി പത്രം ആരംഭിക്കുന്നത്. ഇനി സി വി കുഞ്ഞിരാമൻ, തീയൻ, അതുപോലെ സിംഹളൻ, ഭാഷാഭിമാനി, പി കെ എന്നീ പേരുകളിൽ കേരള കൗമുദി പത്രത്തിൽ ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹത്തിന്റെ തൂലികാനാമങ്ങളാണ് ഇതൊക്കെ. അതായത് ആരുടെ? സി വി കുഞ്ഞിരാമന്റെ. എന്തൊക്കെയാണ്? പി കെ എന്ന പേരുണ്ട്. സി വി കുഞ്ഞിരാമനാകുമ്പോ സി വി എന്നാ നമ്മൾ വിചാരിക്കുക അല്ലെ. പി കെ ഉണ്ട്, ഭാഷാഭിമാനി ഉണ്ട്, സിംഹളൻ ഉണ്ട്, തീയനുണ്ട്. പി കെ, ഭാഷാഭിമാനി, സിംഹളൻ, തീയൻ എന്നീ പേരുകളിലൊക്കെ കേരള കൗമുദി പത്രത്തിൽ ലേഖനം എഴുതിയത് സി വി കുഞ്ഞിരാമനാണ് കേട്ടോ. അടുത്തത് ഈഴവ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ആരാ ഈഴവ സമാജം സ്ഥാപിച്ചേ? ടി കെ മാധവൻ. ഈഴവ സമാജം സ്ഥാപിച്ച വ്യക്തി ടി കെ മാധവൻ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് അധകൃതൻ എന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ചതാരാണ്? കെ പി വള്ളോൻ. അധകൃതൻ എന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ചത് കെ പി വള്ളോൻ. അടുത്തത് തിരുവിതാംകൂർ ചേരമാൻ മഹാജനസഭ ആരെ സ്ഥാപിച്ചേ? തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ആരാ? പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ പാമ്പാടി ജോൺ ജോസഫ് സ്ഥാപിച്ചു. 1921. വർഷം പ്രധാനമാണ്, 1921. ഇനി ഇതിന്റെ മുദ്രാവാക്യം, തിരുവിതാംകൂർ ചേരമാൻ മഹാസഭയുടെ മുദ്രാവാക്യം ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായി അല്ല എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ച വ്യക്തി, സാധുജന ദൂതൻ എന്ന മാസിക ആരുടെയാണ്? പാമ്പാടി ജോൺ ജോസഫിന്റെയാണ്. പാമ്പാടി ജോൺ ജോസഫിന്റെ മാസികയാണ് സാധുജന ദൂതൻ. ഇനി അടുത്തത് സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം രചിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം രചിച്ചത് പാമ്പാടി ജോൺ ജോസഫ്.
ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് എഴുതിയ കൃതിയുടെ പേര് ചെറുമാ ബോയ്. അപ്പൊ ചെറുമാ ബോയ് എന്ന് പറയുന്ന കൃതി രചിച്ചത് പാമ്പാടി ജോൺ ജോസഫ് ആണ്. എന്തിനാണ്? ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് എഴുതിയ കൃതിയാണ്. ഇനി അടുത്തത് ദളിത് ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ച നവോത്ഥാന നായകനും പാമ്പാടി ജോൺ ജോസഫ് ആണ്. ദളിത് ക്രിസ്ത്യാനികൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചതും പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഇത്രയാണ് പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പൊ കേരളത്തിലെ കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെ പേരാണ്. പ്രസിദ്ധരായിട്ടുള്ള ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇവരൊക്കെ തന്നെ അവരെക്കാൾ ഗംഭീരന്മാരാണ്. പക്ഷെ അത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് കുറേയധികം കാര്യങ്ങൾ ഇവരെ കുറിച്ച് പഠിക്കാനില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. അപ്പൊ ഇതോടുകൂടി നമ്മുടെ കേരളം കഴിഞ്ഞു. കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി അല്ലെ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, കേരള റിനൈസൻസ്, കേരളത്തിലെ കലാപങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇനി അധികം ദിവസമില്ല, ഇന്ന് 19-ാം തീയതി അല്ലേ, അടുത്ത ടെസ്റ്റിനുള്ള സമയമായി. അപ്പൊ എല്ലാവരും ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ പഠിക്കൂ, നല്ല മാർക്ക് എല്ലാവർക്കും നേടാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മുന്നേ കൂട്ടി ഞാൻ പറയുകയാണ്. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുക വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനല്, അതായത് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.